സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് ചെയറാണ്. ഓക്കെ, അപ്പോൾ ഇത് GTP പ്ലെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ഗെയിമിംഗ് ചെയറാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ച ചെയറല്ല, എൻ്റെ ബ്രദറിന് വേണ്ടി വാങ്ങിച്ച ചെയറാണ്. അപ്പം എന്തായാലും അൺബോക്സ് ചെയ്ത് ഒരു ദിവസം ഞാനാണ് ഉപയോഗിക്കാൻ പോണത്. ഫിറ്റിങ്ങും എല്ലാം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഈ വീഡിയോയിലുണ്ട്. വലിയ പാടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസർ മാനുവൽ കിട്ടും, പിന്നെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സ്കിപ്പൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ കണ്ടാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ല വെയിറ്റുള്ളൊരു ബോക്സാണ്. അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം സീറ്റിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 15 കിലോയ്ക്കകത്ത് വെയിറ്റ് കാണും ബോക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 15 അല്ലെങ്കിൽ 10, ചിലപ്പോൾ അതിൽ കൂടാൻ കുറേ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരാളായിട്ട് പിടിച്ച് എടുക്കാനൊന്നും പറ്റില്ല, രണ്ടുപേരും വേണം. അപ്പം നല്ല വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്ക്. ഇതതിൻ്റെ കാലാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പറഞ്ഞത്, വേറെ പെയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. തുരുമ്പടിക്കൊന്നും പേടിക്കേണ്ട, സ്റ്റെയിൻലെസ് സ്റ്റീലായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വൈറ്റ് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, കാണുന്നത് പോലെ തന്നെ. അപ്പം സെറ്റപ്പാണ് എല്ലാം. നമുക്ക് ഇവിടെ ട്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എക്സ്ട്രാ സ്പെയർ ആയിട്ട് 2-3 സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കവറെല്ലാം ഇളക്കിയതിന് ശേഷം ഫിറ്റിംഗ് തുടങ്ങാം. പിന്നെ രണ്ടാമത്തെ ബോക്സിൽ എന്തിനാണ് സാധനം കിട്ടിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് സൈഡ് മുകളിൽ ചാരിയിരിക്കുകയുള്ളൂ. ഇത് താഴത്തെ ബോട്ടം വയ്ക്കാനുള്ള ഒരു പില്ലയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വയ്ക്കാനുള്ള ഹാൻഡ് റെസ്റ്റാണ്. 2 ഉണ്ട്. പിന്നെ താഴെ കാണുന്നത് ടാങ്ക് എന്ന് കാണിച്ചിരിക്കുന്നത് യൂസർ മാനുവലാണ്. അത് നോക്കി തന്നെ നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. അതില്ലാതെ വയ്ക്കാൻ പറ്റില്ല, കാരണം സ്ക്രൂ ഏതൊക്കെ എവിടെ വരണം എന്നുള്ള മോഡൽ നെയിം എല്ലാം അതിലാണ് പറഞ്ഞത്. അത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൻ്റെ അത് എന്തിനും നമുക്ക് നോക്കാം. ഇത് നല്ല വെയിറ്റുള്ള ബോക്സാണ്, ഏകദേശം 5 കിലോയെങ്കിലും വെയിറ്റ് ഇതിൽ കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെ താഴെ വയ്ക്കാനുള്ള ടയേഴ്സും പിന്നെ ഇത് സീറ്റിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള ചാരണ സാധനം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളാണ്. പിന്നെ ഇത് വന്നിട്ട് ഗ്യാസാണ്. ഇതിൻ്റെ അകത്ത് ഗ്യാസ് സിലിണ്ടർ ഹൈഡ്രോളിക് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ആ സംഭവമാണ് ലിഫ്റ്റ് ചെയ്യണേ താക്കണേ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ലിക്വിഡ് പോലെ എന്തോ ഉണ്ട്, ഗ്യാസ് ആയിരിക്കും, അത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് അതിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള സാധനമാണ്. എല്ലാം എങ്ങനെ സെറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് എല്ലാ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചാരണ സാധനത്തിൻ്റെ സൈഡിൽ വയ്ക്കുള്ളതാണ്. നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂസർ മാനുവൽ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും GTPL പ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. ഇത് ഏകദേശം ചെയർ വാങ്ങിച്ചത് 6,800 ഓഫറാണ്. ഫ്രീഡം സെയിലിൽ വാങ്ങിച്ചാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഓഫറോട് ഇട്ടാണ് ഇത്രയും വില കുറഞ്ഞത്. അപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ഇത് ഏകദേശം ഇപ്പോൾ 10 രൂപയ്ക്കകത്ത് വിലയുണ്ട്. 10 രൂപയ്ക്കകത്ത് എടുക്കണ ഓർത്തല്ല, 10 രൂപയ്ക്കകത്ത് വേറെ ചെയർ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. 10-12 രൂപ കൊടുക്കണം വേറെ ചെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇത് നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ 6,800 നല്ല ഡീലായിരുന്നു, അതുകൊണ്ട് എടുത്ത് 8 രൂപ എടുക്കാം, 8 രൂപയ്ക്കകത്തും എടുക്കാം. പിന്നെ 10 രൂപയ്ക്കകത്ത് എടുക്കണമെന്ന് ചോദിച്ചാൽ എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ബട്ട് എന്നാലും ആ പൈസയ്ക്ക് നിങ്ങൾക്ക് വേറെ ചെയർ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. വേറെ നല്ല നല്ല കമ്പനി വേറെ എന്ന് ചോദിക്കില്ല. ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയർ ഏതൊക്കെ നോക്കണമെന്നുള്ളത് അത് കയറി നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ലിങ്കിൽ പ്രസ് ചെയ്ത് താഴെ കാണാം. ഓക്കെ, അപ്പം ഇത് ഏത് സ്ക്രൂ ആണ് ഇവിടെ വരണമെന്നുള്ള ഒരു യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇനി ഇൻസ്റ്റാളേഷൻ കണ്ടോ, ബാക്കി ലാസ്റ്റുള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. You come back
ഓക്കെ, അപ്പോൾ ഗൈസ് ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. താഴെ വയ്ക്കാനുള്ള പില്ലാണ്. ഞാൻ നേരത്തെ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞതുപോലെ തന്നെ
എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് എവിടെ വരും എന്നുള്ള കാര്യം. ഇതായിട്ട് താഴെ വരും. 2 ബെൽറ്റാണ് സംഭവം നമുക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്താൽ മതി ബാക്കിൽ നിന്ന്. ഇതേപോലെ തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്യണത്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരാൾക്ക് ഫിറ്റ് ചെയ്യുന്നുള്ളൂ ചെയറൊക്കെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ 2 ബെൽറ്റ് ഇട്ട് കൊടുക്കണം. അതവിടെ ലോക്കായിരുന്നോളും. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ചുളുക കാര്യങ്ങളുണ്ടെങ്കിൽ നൂത്ത് വിട്ടതിന് ശേഷം വലിച്ച് നേരെ താഴോട്ട് വെച്ചാൽ മതി. അതവിടെ ഇരുന്നോളും. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ചെയറാണ്. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ. കഴപ്പനടിക്കുക, പെയിൻറ്റ് ഇപ്പോൾ കളർ പോവുകയോ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും അറിയിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം വെള്ളത്ത് കഴുത്തിൻ്റെ അവിടെ പറഞ്ഞ പില്ലും കൂടെ ഇട്ട് കൊടുത്താൽ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ക്ലോസ് ലുക്ക്.